എബ്രായ ലേഖനം 13-ാം അധ്യായം 28-ാമത്തെ വാക്യമാണ്. എടുത്തെങ്കിൽ നമുക്കെല്ലാവർക്കും ചേർന്ന് വായിക്കാം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലയോ. ഈ വചനത്തിലൂടെ എന്നോട് സംസാരിക്കണമേ, സഭയോട് സംസാരിക്കണമേ, ഞങ്ങളോട് സംസാരിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. സന്തോഷത്തോടെ നമുക്ക് കൈകൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. അനേക വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം ആനന്ദ് ബ്രദർ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ. ഒരു ദിവസം ആ ജയിലിൽ കിടന്ന സന്തോഷ് തരിയനെ അന്വേഷിച്ച് ജയിൽ വാർഡൻ ചെന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ നമ്പർ എത്രയാണ്? നമ്പർ ഇത്രയാണ്, നിങ്ങൾക്ക് മോചനം. അവൻ ഞെട്ടി പൊട്ടിക്കരഞ്ഞു. എങ്ങനെ മോചനം? അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് മോചനം. അവരെ ശിരച്ഛേദം ചെയ്യത്തേ ഉള്ളൂ അങ്ങനെയുള്ളവരെ. കാരണം ഒരു അറബിയാണ് മരിച്ചത്. എങ്ങനെയാണെന്ന് ഇപ്പോഴും അറിയില്ലെന്നാണ് പറയുന്നത്. അവരാവശ്യപ്പെട്ട തുക ബാങ്കിൽ കെട്ടിവെച്ചു. ദൈവം അത്ഭുതം ചെയ്തത് അറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവരൊക്കെ. പക്ഷെ മറന്നുപോയി. നമ്മളാരും ഒന്നും സ്വന്തമായിട്ട് ചാടിക്കയറി ചെയ്യരുത്. ദൈവം ചെയ്തത് പൂർത്തീകരിക്കാൻ ദൈവത്തിന് വിടുക. അവൻ്റെ പേര് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവൻ എന്നാണ്. വിശ്വാസത്തിൽ ആഴമുള്ളവരാകുക. അത്ഭുതങ്ങൾ നടന്നാൽ സന്തോഷമാണ്, നടന്നില്ലെങ്കിലും ദൈവം ജീവിക്കുന്നു. അത്ഭുതങ്ങൾ ഇങ്ങനെ കണ്ടാൽ ഭയങ്കര സന്തോഷമാണ്, കണ്ടില്ലെങ്കിലും കർത്താവ് കൂടെയുണ്ട്. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടക്കുമ്പോൾ ഒരത്ഭുതവും കണ്ടില്ല, പക്ഷേ കർത്താവ് കൂടെയുണ്ടെന്നുള്ള വലിയ ബോധ്യം ആ സങ്കീർത്തനത്തിൽ നാം കാണുന്നു. ഇന്ത്യയിലുള്ള അറിയപ്പെടുന്ന ആ സ്പിരിച്വൽ ലീഡേഴ്സ്, ആത്മീക നേതാക്കന്മാർ 250ഓളം 300ഓളം പേര് ഒരുമിച്ച് കൂടി ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഡൽഹിയിൽ നടക്കുകയായിരുന്നു. ആ പ്രാർത്ഥന കഴിഞ്ഞ് ഇവിടെ വന്ന് കാലുകുത്തിയപ്പോൾ ആ കന്യാസ്ത്രീമാരുടെ വിടുതൽ കണ്ടു. അതുമാത്രമൊന്നുമല്ല, ഒരു വലിയ പ്രാർത്ഥന യുദ്ധമാണ് അവിടെ നടന്നത്. ആ പ്രാർത്ഥനയിൽ നിങ്ങളറിയുന്ന പലരും ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ശുശ്രൂഷിച്ച ബെഞ്ചി മോനും ഉണ്ടായിരുന്നു, ഡോക്ടർ എബി ഉണ്ടായിരുന്നു, പലരും ഉണ്ടായിരുന്നു. ഞാൻ ഈ അപകടത്തിന് ശേഷം വിമാനയാത്ര, ദൂരയാത്ര ഒക്കെ ആദ്യമായിട്ട് ചെയ്തതാണ്. ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ടെൻഷനുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് സഹായിച്ചു. ഈ അപകടത്തെ തുടർന്ന് ഷുഗറിൻ്റെ പ്രയാസം തുടങ്ങി. സാരമില്ല, എന്നാലും ഈ സമയത്ത് ഭക്ഷണം കഴിക്കാൻ ആളുകൾ ദേഷ്യം പിടിക്കുന്നതിൻ്റെ കാര്യം ഇപ്പോഴാണ് മനസ്സിലായത്. മരുന്ന് കഴിക്കുന്നവർക്ക് ആ ടൈമിന് പരവേശം കൂടും, നേരം ദേഷ്യമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഞാനിങ്ങനെ ഭാരപ്പെട്ടു. അങ്ങോട്ട് പോകുന്ന ഫ്ലൈറ്റ് രാത്രി 12 ഡൽഹി ചെന്നിറങ്ങുമ്പോൾ. അത്താഴം കഴിക്കാൻ എയർപോർട്ടിൽ നിന്ന് കഴിക്കണം, ഇവിടുന്ന് കഴിച്ചു പോകാൻ നേരമില്ല. അതുപോലത്തെ ട്രാഫിക്കല്ലേ. ആവശ്യമില്ലാതെ ഇരുന്ന് ഭാരപ്പെട്ടു. എയർപോർട്ടിലേതൊന്നും കഴിക്കാനും കൊള്ളത്തില്ല, ഭയങ്കര വിലയുമാണ്.
പക്ഷേ അങ്ങോട്ട് പോയത് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റാണ്. അവർ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. എയർ ഇന്ത്യയുടെ വിമാനത്തിൽ ഭക്ഷണമുണ്ട്, അറിഞ്ഞിരുന്നുകൊള്ളുക, ഇതിനകത്തുള്ള യാത്രയാണെങ്കിൽ. ഓക്കെ, അങ്ങനെ അവിടെ ചെന്നു, ബുദ്ധിമുട്ടില്ലായിരുന്നു, നല്ല യാത്രയായിരുന്നു. പക്ഷേ തിരിച്ചു പോകുന്നത് ഇൻഡിഗോയുടെ ഫ്ലൈറ്റാണ്. അതിൽ ഭക്ഷണമില്ല. അതിൽ ഭക്ഷണം വേണമെങ്കിൽ കാശ് കൊടുത്ത് മേടിക്കണം. ഒരാൾക്ക് ഭക്ഷണം കഴിക്കണേ 1000 രൂപ കൊടുക്കണം. അതും വയറ് നിറച്ചൊന്നും കിട്ടത്തുമില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൈ കരുതി ഞങ്ങൾ കയറി. 3 സീറ്റ് ഇങ്ങനെയുണ്ട്. ഞാനുണ്ട്, രാജേഷ് എലപ്പാറ പാസ്റ്ററുണ്ട്, കോട്ടയത്തുള്ള ഷാജൻ പാസ്റ്ററുണ്ട്. അദ്ദേഹം 1-2 ആഴ്ച കഴിയുമ്പോൾ ഒരു യൂത്ത് സൺഡേയിൽ ഇവിടെ വരും. അദ്ദേഹം ഒരു അത്ഭുതത്തിൻ്റെ മനുഷ്യനാണ്, ഷാജൻ. അദ്ദേഹത്തിന് 6ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ. സിമൻറ്റ് പണിക്കാരനായിരുന്നു. റെയ്നാഡ് ബോങ്കയുടെയൊക്കെ ക്രൂസൈഡ് നടന്നപ്പോൾ വാൾപോസ്റ്റ് ഒട്ടിക്കാൻ വേണ്ടി വന്ന ഒരു മനുഷ്യനാണ്. ആ വാൾപോസ്റ്റ് ഒട്ടിക്കാൻ വരുന്നത് രക്ഷിക്കപ്പെട്ട ഉടനെയാണ്. ലക്ഷക്കണക്കിന് വാൾപോസ്റ്റ് അല്ലേ, ഇതെല്ലാം ഒട്ടിച്ച് തീർക്കാൻ ആരെ കൊണ്ട് പറ്റും? അങ്ങനെ കുറേ കളയും. അങ്ങനെ എല്ലായിടത്തും സംഭവിക്കാറുള്ളതാണ്. ഈ മനുഷ്യൻ പറഞ്ഞു, ഒറ്റ എണ്ണം കളയരുത്, നിങ്ങളെല്ലാം പൊക്കോ, ഞാൻ ഒട്ടിച്ചോളാം. അങ്ങനെ രാവും പകലും നടന്ന് ഒട്ടിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ദൈവം രോഗശാന്തിയുടെ വരം നൽകി. അദ്ദേഹം അനേകരെ കർത്താവിലേക്ക് നടത്തി. ഇന്ന് കോട്ടയം ടൗണിൽ 1000-ഓളം പേരുള്ള ഒരു സഭ നടത്തുകയാണ് വിദ്യാഭ്യാസം ഇല്ലാത്ത ഈ ദൈവദാസൻ. ഇദ്ദേഹമാണ് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ഭക്ഷണവുമായിട്ട് വരുന്നുണ്ട്. വിലയ്ക്ക് വിൽക്കാനാണ്, വിലയ്ക്ക് കൊടുക്കാനാണ്. അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ പൈസ കൊടുത്ത് ബുക്ക് ചെയ്തവർക്ക് കൊടുക്കും. ഞങ്ങളുടെ സീറ്റിൻ്റെ അടുക്ക വന്നു വെച്ചാൽ ഏതാണ്ടൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞു. എനിക്ക് കാര്യം കുറച്ചൊക്കെ പിടികിട്ടി. അവർ പറയുന്നത് സോറി പറയുകയാണ്, ഫ്ലൈറ്റ് അല്പം ഡിലേ ആയിപ്പോയി, നമ്മൾ പോകാനിരുന്ന ഫ്ലൈറ്റ് മാറി, വേറെ ഫ്ലൈറ്റാണിത്, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ഭക്ഷണം തരാൻ കഴിയാത്തതിൽ വിഷമിക്കുന്നു. നിങ്ങൾ പറഞ്ഞിരുന്നത് സാൻഡ്വിച്ചാണ്, എന്നാൽ ഞങ്ങൾ വേറെ സാധനമാണ് തരുന്നതെന്നായി പറയുന്നത്. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് 3 പേർക്കുമായി പറയുന്നത്. കുറേ നേരമായപ്പോൾ ഷാജൻ പാസ്റ്റർ അറിവില്ലാത്തതും ഒരു നന്മയാണ്. പുള്ളി ഉറക്കെ പറഞ്ഞു, ഒരു 5 മിനിറ്റ് മലയാളത്തിൽ പറയാമെന്ന് ചോദിച്ചു. മലയാളികൾ യാത്ര ചെയ്ത ഫ്ലൈറ്റാണ്, ഇവർക്കൊക്കെ മലയാളം അറിയാവുന്നവരെ സ്റ്റാഫാക്കത്തുള്ളൂ. പുള്ളിക്കാരത്തി ഒരൊറ്റ ചിരി ചിരിച്ച് മുഴുവൻ മലയാളത്തിൽ പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ 20 കൊല്ലം പോയാലും ഞാൻ മലയാളത്തിൽ പറയത്തില്ല. ഞാനിങ്ങനെ ഇരുന്ന് കേട്ട് പകുതിയൊക്കെ മനസ്സിലാക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അതും പഠിച്ചിരുന്നോ ആമോസേ? നമ്മുടെ ഭാഷ ധൈര്യമായിട്ട് പറയുക കേട്ടോ. ഓക്കെ, അപ്പം കാര്യമില്ലാതെ മലയാളത്തിൽ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഞങ്ങൾക്ക് ഫുഡ് ബുക്ക് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ, നിങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആരെ ബുക്ക് ചെയ്തതെന്ന് ഇതുവരെ അറിയത്തില്ല. ഞാനാ ടിക്കറ്റ് എടുത്തത്, ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല. അപ്പം ചെറിയ കാര്യത്തിലും വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യുന്നു. കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ കണക്ക് വെച്ച് പറഞ്ഞാൽ ഒരു 10-20 കോടി രൂപ സന്തോഷ് തരീന് വേണ്ടി ബാങ്കിലേക്ക് ആരോ ഡിപ്പോസിറ്റ് ചെയ്തു. അങ്ങനെ സന്തോഷ് തരീൻ ഇറങ്ങി വന്നു. ഇന്ന് അമേരിക്കയിൽ ഒരു വലിയ സഭയുടെ പാസ്റ്ററാണ്. അമേരിക്കയിലേക്ക് ഒരു സഭക്കാർ വിളിച്ചതുകൊണ്ട് പോയതാണ്. താൻ ഈ ദേശങ്ങളിലൊക്കെ വേല ചെയ്യുകയായിരുന്നു. താൻ ഇവിടെ വന്നിട്ടുണ്ട്, ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, മടിക്കാതെ പ്രാർത്ഥിക്കാം, മടുക്കാതെ പ്രാർത്ഥിക്കാം. ദൈവത്തിന് ഇപ്പോഴും പ്രാർത്ഥന കേൾക്കാൻ കഴിയും. അവൻ്റെ ചെവി മന്ദമായിട്ടില്ല, അവൻ്റെ കൈ കുറുകിയിട്ടില്ല. നമുക്ക് പ്രായമാകുമ്പോൾ ചെവിയുടെ കേൾവി കുറയും, നമുക്ക് പ്രായമാകുമ്പോൾ കൈ വിറയ്ക്കും, നമുക്ക് പ്രായമാകുമ്പോൾ കണ്ണിൻ്റെ മങ്ങൽ വരും, മൂടൽ വരും. കഴിഞ്ഞ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഭക്തന്മാർ പ്രാർത്ഥിച്ചപ്പോൾ എങ്ങനെ കേട്ടോ അങ്ങനെ തന്നെ യേശു ഇന്നും പ്രാർത്ഥന കേൾക്കുന്നു. കഴിഞ്ഞ 4000 കൊല്ലം മുമ്പ് ദൈവം അബ്രഹാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെ മറുപടി കൊടുത്തോ അങ്ങനെ തന്നെ ഇന്ന് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറയാം.
ആമേൻ. ഇളകാത്ത രാജ്യം. എല്ലാവരും ഒന്ന് ചേർന്ന് പറയാമോ? ഒന്നുകൂടെ. ആമേൻ. ഇളകുന്ന രാജ്യം ഉണ്ടോ? ഉണ്ട്. രാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണ്, ഭൂമി അല്ല. അതിൻ്റെ ഒരു ഭരണ സംവിധാനം ഉണ്ടെങ്കിലേ അത് രാജ്യം എന്ന് പറയാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഭൂമി എന്നേ പറയാൻ പറ്റുള്ളൂ. അമേരിക്ക ഒരു രാജ്യമാണ്. അതിനൊരു അതിരുണ്ട്, അതിനൊരു ഗവൺമെന്റ് ഉണ്ട്. ഇന്ത്യ ഒരു രാജ്യമാണ്, അതിനൊരു അതിരുണ്ട്. അതിൻ്റെ അതിരിങ്ക് കിടക്കുന്നവരാണ് പാകിസ്ഥാനും ചൈനയും മറ്റും. ഇതിനൊരു ഭരണമുണ്ട്. ഇപ്പോൾ ഒരു സ്ട്രോങ് ഭരണമുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാനുമായിട്ടുള്ള ഏറ്റുമുട്ടലൊക്കെ ഇങ്ങനെയൊക്കെ അവസാനിച്ചത്. ഇന്ത്യയെ മറ്റ് രാജ്യങ്ങളുടെ മുൻപിൽ മഹത്വമുള്ളതാക്കി തീർത്തിരിക്കുന്ന ഇന്ത്യയുടെ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക അടുപ്പമൊന്നുമില്ല. നമ്മുടെ രാജ്യം സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യപരമായിട്ടും അഭിവൃദ്ധി പ്രാപിച്ചു വരുന്നു. ഇനിയും പ്രാപിച്ചു വരട്ടെ. വികസിത രാജ്യങ്ങളെ പോലെ നമ്മുടെ രാജ്യവും വളർച്ച പ്രാപിക്കട്ടെ. എന്നാൽ ഒരു പ്രശ്നം, ഇത് ഇളകുന്നതാണ്. ഇത് ഇളകുന്നതാണ്, ഉറപ്പ്. കാരണം ഇരുമ്പ് വനിത, ഉരുക്ക് വനിത എന്ന ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്ന ഒരു കാലമുണ്ട്. അവരുടെ ഭരണത്തിന് തിരിച്ചു കയറാൻ കഴിയാതെ വണ്ണം ആ സിംഹാസനം ഇളകിപ്പോയി. അതിനെ ഇളക്കാനൊന്നും കരുത്തുള്ള ആരും ഇവിടെ ഇല്ല എന്ന കുടുംബം ധരിച്ചിരുന്നു. കോൺഗ്രസ് കുടുംബം ധരിച്ചിരുന്നു. മൃഗീയ ഭൂരിപക്ഷം അവർക്ക് കിട്ടിയിരുന്നു. പക്ഷേ അത് ഇളകിപ്പോയി. മകൻ വന്നു, കൊച്ചുമകൻ വരാൻ ശ്രമിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റ് തുടർ ഭരണം പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇളകുന്നത് കൊണ്ട് ആളുകൾ ആഞ്ഞു പിടിക്കുക. എന്തിന്? ഇളകാതിരിക്കാൻ, മറിയാതിരിക്കാൻ, വീഴാതിരിക്കാൻ. പക്ഷേ ഇളകുന്നു. എല്ലാ രാജ്യവും, എല്ലാ ഭരണവും, എല്ലാ സിംഹാസനവും ഇളകിക്കൊണ്ടിരിക്കുന്നു. ഒരൊറ്റ സിംഹാസനവും ഉറപ്പുള്ളതല്ല. ഇനി നമ്മുടെ വാക്യത്തിലേക്ക് നോക്കുക. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നാം എന്ത് പ്രാപിക്കാൻ പോകുന്നു? ആമേൻ. ഉറക്കെ പറഞ്ഞാട്ടെ. ഇളകാത്ത രാജ്യം പ്രാപിക്കാൻ പോകുന്നു. രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി എന്ന ഗാനം ഈ സന്ദേശത്തിന്റെ ഒടുവിൽ നമ്മുടെ കൊയർ പാടും. അവരോട് ചേർന്ന് നമുക്ക് പാടാവുന്നതാണ്. ഹല്ലേലൂയ. അതിനു മുകളിൽ ഇളകുന്ന രാജ്യത്തെക്കുറിച്ചൊരു പ്രസ്താവനയുണ്ട്. അത് പഴയ നിയമ പ്രവാചക പുസ്തകങ്ങളിലാണ് കിടക്കുന്നത്. ആർക്കെങ്കിലും പെട്ടെന്ന് തപ്പിയെടുക്കാൻ പറ്റുമെങ്കിൽ, ഞാൻ ആകാശത്തെ ഇളക്കും, ഞാൻ ഭൂമിയെ ഇളക്കും, ഞാൻ സകലത്തെയും ഇളക്കും, സകല ജാതികളുടെയും മനോഹര വസ്തു വെളിപ്പെടുമെന്ന് ചെറിയ പ്രവാചക പുസ്തകങ്ങളിൽ കിടപ്പുണ്ട്. പെട്ടെന്ന് കിട്ടുന്നവരുണ്ടെങ്കിൽ എടുത്തു. ഇവിടെ നമുക്ക് വായിക്കാൻ പറ്റും വാക്യം 26ഉം 27ഉം എബ്രായർ 12. അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. പിന്നെ ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്ത
നിർമ്മിതമല്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരുമെന്ന് സൂചിപ്പിക്കുന്നു. നിർമ്മിതമായതുകൊണ്ട് നിർമ്മിതമല്ലാത്തതുകൊണ്ട്. ആ നിർമ്മിതം എന്നുള്ളത് മനസ്സിലാകണമെങ്കിൽ മനുഷ്യനിർമ്മിതം ഒന്നാക്കണം, അപ്പോഴേ അതിൻ്റെ ആശയം കിട്ടത്തുള്ളൂ. മനുഷ്യനിർമ്മിതമായതിന് മാറ്റം വരും. ദൈവനിർമ്മിതമായത് നിലനിൽക്കും. മനുഷ്യനിർമ്മിതമായത് മാറിപ്പോവും. ദൈവനിർമ്മിതമായത് നിലനിൽക്കും. നാം ദൈവനിർമ്മിതമായത് പ്രാപിക്കാൻ പോകുന്നു. മനുഷ്യനിർമ്മിതമായത് മാറിപ്പോകും. നമ്മുടെ വീട്, കെട്ടിടം എത്ര നല്ല കല്ലുകൊണ്ടുണ്ടാക്കിയാലും ഓർത്തുകൊള്ളുക, അത് മനുഷ്യനിർമ്മിതമാണ്. സ്തോത്രം. നമ്മുടെ കാർ എത്ര വിലയുള്ളതാണെങ്കിലും ഓർത്തുകൊള്ളുക, അത് മനുഷ്യനിർമ്മിതമാണ്. നമ്മുടെ റോഡുകൾ മനുഷ്യനിർമ്മിതമാണ്. നമ്മുടെ പാലങ്ങൾ മനുഷ്യനിർമ്മിതമാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവനിർമ്മിതമായത് എന്തെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടോ? അത് ദൈവം നിങ്ങൾക്ക് തന്ന മക്കളാണ്. അത് നിങ്ങളാണ്. നിങ്ങളുടെ കൈ മനുഷ്യനിർമ്മിതമല്ല. നിങ്ങളുടെ കണ്ണുകൾ മനുഷ്യനിർമ്മിതമല്ല. നിങ്ങളുടെ കാലുകൾ മനുഷ്യനിർമ്മിതമല്ല. നിങ്ങളുടെ ഹാർട്ട് കഴിഞ്ഞ 70 കൊല്ലമായി അടിച്ചുകൊണ്ടിരിക്കുക, അത് മനുഷ്യനിർമ്മിതമല്ല. ചില റിപ്പയറിങ്ങുകളൊക്കെ ഡോക്ടർ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. ദൈവനിർമ്മിതമായ ശരീരം, ദൈവനിർമ്മിതമായ മനസ്സ്, ദൈവനിർമ്മിതമായ ആത്മാവ് ലഭിച്ചതിനാൽ കരങ്ങളൊന്ന് അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഇനി യൗവനക്കാരും കുഞ്ഞുങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചോണം. യൗവനക്കാരും കുഞ്ഞുങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചോണം. ദൈവനിർമ്മിതമായ മറ്റൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. വിവാഹം. വിവാഹം ആര് സ്ഥാപിച്ചു? ഉറക്കെ പറ. ദൈവം സ്ഥാപിച്ചു. മനുഷ്യരേകരായിരിക്കുന്ന നന്നല്ലെന്ന് ആർക്ക് തോന്നി? ആദാമിന് തോന്നി. ശരിയോ തെറ്റോ? തെറ്റ്. ആർക്ക് തോന്നി? ദൈവത്തിന് തോന്നി. ആദാമിന് തക്ക തുണയെ ആര് കണ്ടുപിടിച്ചു? ദൈവം കണ്ടുപിടിച്ചു. ആര് നടത്തി? ദൈവം നടത്തി. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അപ്പോൾ വിവാഹം ദൈവനിർമ്മിതമാണ്. ചേർന്ന ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. വിവാഹം ദൈവനിർമ്മിതമാണ്. അതുകൊണ്ട് കുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി വർഷങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവനിർമ്മിതമായ ഒരു കാര്യം നിന്റെ വീട്ടിൽ നടക്കാൻ പോവുകയാണ്. അതിന് നീ കുറച്ചൊന്നും പ്രാർത്ഥിച്ചാൽ പോരാ. കുറച്ചൊന്നും പ്രാർത്ഥിച്ചാൽ പോരാ. പൈസ ഉണ്ടെങ്കിൽ ഭക്ഷണക്കാരെ, കാറ്ററിംഗുകാരെ ബുക്ക് ചെയ്യാം. പൈസ ഉണ്ടെങ്കിൽ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാം. പക്ഷെ വിവാഹം നടക്കുന്നത് ദൈവത്താലാണ്. അതുകൊണ്ട് തന്നെ അത് വേർതിരിക്കാൻ മനുഷ്യന് അവകാശമില്ല. സ്തോത്രം. അപ്പൊ ദൈവ നിർമ്മിതമായത് നിലനിൽക്കും, മനുഷ്യനിർമ്മിതമായത് നശിച്ചു പോകും. അപ്പൊ നമ്മുടെ ശരീരം ദൈവനിർമ്മിതമാണ്, നമ്മുടെ മനസ്സ് ദൈവനിർമ്മിതമാണ്, നമ്മുടെ ആത്മാവ് ദൈവനിർമ്മിതമാണ്, നമ്മുടെ കുടുംബം ദൈവനിർമ്മിതമാണ്. ഇനി സഭ, ഞാൻ എൻ്റെ സഭയെ പണിയും. സഭ ദൈവനിർമ്മിതമാണ്. എത്ര ജയിലിലിട്ടാലും, എത്ര പേരെ അടിച്ച് പുറം പൊട്ടിച്ചാലും ദൈവസഭ നിലനിൽക്കും. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കയില്ല. എത്രമാത്രം ഉപദ്രവങ്ങൾ ഉണ്ടായാലും, എത്രമാത്രം പീഡനങ്ങൾ ഉണ്ടായാലും ദൈവസഭ നിലനിൽക്കും. ഹല്ലേലൂയ. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നിലനിൽക്കുന്ന കുടുംബം, നിലനിൽക്കുന്ന സഭ, നിലനിൽക്കുന്ന രാജ്യം, നിലനിൽക്കുന്ന 3 കാര്യങ്ങൾ: നിലനിൽക്കുന്ന കുടുംബം, നിലനിൽക്കുന്ന സഭ, നിലനിൽക്കുന്ന ദൈവരാജ്യം. അത് വരാൻ പോകുന്നു. നാം അത് പ്രാപിക്കാൻ പോകുന്നു. ഇളകാത്ത രാജ്യം നാം പ്രാപിക്കാൻ പോവുകയാണ്.
അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് പറ, നാം അത് പ്രാപിക്കാൻ പോകുന്നു. ഉറക്കെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? വാക്യത്തിൽ നോക്കി പറയാമോ? നന്ദിയുള്ളവരായിരിക്കണം. എന്താ അവിടെ നന്ദിയുടെ ആവശ്യം? ആ രാജ്യത്തിൽ തന്നെ പോകാൻ നമ്മൾ ആരും യോഗ്യരല്ല. ദൈവത്തിന്റെ കരുണ കൊണ്ടൊരു പാസ് കിട്ടി, അതാണ് രക്ഷ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാജ്യത്തിൽ കയറാൻ നീ യോഗ്യരല്ല. നിന്റെ കുടുംബത്തിൽ ആരും യോഗ്യരല്ല. കൃപയാൽ, 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 കൃപയാൽ. കരങ്ങളൊന്ന് അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. Rabalabara, Shadalabara, Adalkamanabara, Dibalabara, Shatara, Shandara, നന്ദിയുള്ളവരായിരിക്കുക. കാരണം ഈ രാജ്യത്തെ ഏറ്റവും ധനികൻ വിചാരിച്ചാൽ ഈ രാജ്യത്തിൽ കിടക്കാൻ ഒക്കുകയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ വിചാരിച്ചാൽ ഈ രാജ്യത്തിൽ കിടക്കാൻ ഒക്കുകയില്ല. കുരിശിൽ ചൊരിഞ്ഞ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവസഭയ്ക്ക് മാത്രമേ അതിൽ പ്രവേശനമുള്ളൂ. അതെ, നന്ദിയുള്ളവരായിരിക്കണം. യോഗ്യത കൊണ്ട് പ്രവേശിച്ചതല്ല. ദൈവരാജ്യത്തിൽ ഇപ്പോൾ പ്രവേശിച്ചവരാണ് നാളെ അതിൽ പ്രവേശിക്കാൻ പോകുന്നത്. ആത്മീയ ദൈവരാജ്യത്തിൽ കൃപയാൽ പ്രവേശിച്ചവരാണ് നാളെ ഇളക്കമില്ലാത്ത രാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ 1, നന്ദിയുള്ളവരായിരിക്കണം. 2, വചനത്തിലൊന്ന് നോക്കിയാട്ടെ. നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നത് വചനമേ ഉള്ളൂ. അതുകൊണ്ട് വചനത്തിൽ നോക്കണം. വേണമെങ്കിൽ അടിവര ഇട്ടോണം. 2 എന്ത് ചെയ്യണം? ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ആ ഭക്തിക്കും ഭയത്തിനും ഒരു സ്കെയില്, അളവ് വെച്ചിട്ടുണ്ട്. ദൈവത്തിന് പ്രസാദം വരുന്ന ഭക്തി എന്ന് പറഞ്ഞാൽ വേഷഭക്തി നടക്കത്തില്ല. കപടഭക്തി ഓടത്തില്ല. ദൈവത്തിന് പ്രസാദം വരുന്ന ഭക്തി, മനുഷ്യരെ കാണിക്കാനുള്ള ഭക്തി, അതൊക്കെ മലയാളിക്ക് നല്ലോണം അറിയാം. അഭിനയിക്കാൻ നല്ല കഴിവുണ്ട്. എൻ്റെ ഭക്തി, എൻ്റെ സ്തോത്രം, എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം പ്രസാദിക്കണം. ഓക്കെ? ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയും വേണം. പിന്നെ എന്നാ വേണം? ഭയവും വേണം. ഇത് രണ്ടും കൂടെ ചേർത്ത് ദൈവത്തിന് സേവ ചെയ്യണം. സേവ ചെയ്യുക, സേവിക്കുക, സേവ ചെയ്യുക. പല അർത്ഥങ്ങൾ ആ വാക്കിനുണ്ട്. ആയുർവേദത്തിലെ മരുന്നുകൾ കഴിക്കുന്നതിന് സേവിക്കുക എന്നാണ് പറയുന്നത്. കഷായം സേവിക്കുക. ഒരു ദാസ്യവേല ചെയ്യുന്നതിന് സേവനം എന്നാണ് പറയുന്നത്. ദൈവവേലക്കാർ സേവനമാണ് ചെയ്യുന്നത്. സകല വിശ്വാസികളോടും പ്രബോധിപ്പിക്കുകയാണ്, ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. എന്തുകൊണ്ട്? നാം ഇളകാത്ത രാജ്യം പ്രാപിക്കാൻ പോകുന്നു. ഭയത്തോടും ഭക്തിയോടും നന്ദിയോടും കൂടെ 3 കാര്യം. ഭയത്തോടും ഭക്തിയോടും നന്ദിയോടും കൂടെ ഈ ക്രിസ്തീയ ജീവിതം നയിക്കണം. എന്തുകൊണ്ട്? നാം ഇളകാത്ത രാജ്യം പ്രാപിക്കാൻ പോകുന്നു. ഭയപ്പെടുത്തുന്ന ഒരു വാക്യവും കൂടെ പറഞ്ഞോട്ടെ.
വാക്യം ചെറുതാണ്, 29 വാക്യം. ചേർന്ന് ഉറക്കെ പറഞ്ഞാട്ടെ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. വിട്ടുവീഴ്ചയില്ലാത്തൊരു വാക്യമാണത്. വിട്ടുവീഴ്ചയില്ലാത്തൊരു വാക്യമാണത്. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലയോ. ഉഴപ്പല്ലേ, ഉഴപ്പല്ലേ. ആത്മീയ കാര്യങ്ങളെ ഉഴപ്പുന്നവരെ കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. എന്താ ചെയ്യുക? ആളുകൾ ഈ ഒരു കാലഘട്ടത്തിൽ അവിടെയും ഇവിടെയും എല്ലാം ഒരു കെയർലെസ്നെസ് കാണുന്നു. ആരാധന അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാതെ വരുന്നുണ്ടോ? കൂട്ടായ്മയേക്കാൾ വലുതാണോ മറ്റെന്തെങ്കിലും? കൂട്ടായ്മ മുടക്കാൻ ഭയമില്ലാത്ത എന്തേ? നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലയോ. ഹല്ലേലൂയ. ധാരാളം മീറ്റിങ്ങുകൾ ഈ കാലത്തുണ്ട്, യൂട്യൂബിലുമുണ്ട്. പക്ഷെ നമ്മുടെ സഭയോട് ബന്ധപ്പെട്ട് ദൈവം ഒരുക്കുന്നത് നമുക്ക് വേണ്ടിയുള്ളതാണ്. അത് കഴിവതും ഒഴിവാക്കരുത്. നിന്നെ കാണാൻ യേശു വന്നിട്ടുണ്ട്, നീ എന്തേ വന്നില്ല എന്നൊരു ചോദ്യം നാളെ ഉണ്ടാവും. മകളെ, ഓഗസ്റ്റ് 3 ഞാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ, നിന്നെ കണ്ടില്ലല്ലോ എന്ന് പറയാൻ ഇടവരരുത്. ദൈവഭയമില്ലാതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ ഭയങ്കര വില കൊടുക്കേണ്ടി വരും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാക്ഷ്യം പറയുന്നത് പോലും ദൈവത്തിന് മഹത്വം മാത്രമായിരിക്കണം. വർത്തമാനം പറയുമ്പോഴും എല്ലാം ഈ ഓർമ്മ വേണം. ഭയമില്ലാതെയാകരുത്. തമാശിൻ്റെതല്ലിത്. ഇറ്റ് ഈസ് നോട്ട് ജോക്ക്.